ഇല്ല, അതിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, ഒരുപാട് പ്രൈവറ്റ് കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട് ഞങ്ങളുടെ മെയിലിലേക്ക്. അദ്ദേഹത്തെ അയോഗ്യനാക്കണം, അദ്ദേഹത്തെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞ്, പ്രിവിലേജ് എത്തിക്സ് കമ്മിറ്റി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള. അപ്പം അതിൽ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് സ്പീക്കർക്ക് മൂവ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ സഭക്കകത്തിൽ ഏതെങ്കിലും സാമാജികന്മാർ പരാതി തരണം. സഭക്കകത്തിൽ ഏതെങ്കിലും സാമാജികന്മാർ പരാതി തന്നാൽ അത് പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. എങ്ങനെ അവർക്ക് ലീഗൽ ബാറ്റിൽ കക്ഷി ചേരുക എന്നല്ലാതെ മറ്റ് അവർക്ക് നിയമസഭയിലെ പബ്ലിക് പ്രിവിലേജ് എത്തിക്സ് കമ്മിറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല. അത് MLA-മാരുടെ പരാതി മാത്രമേ ഞങ്ങൾക്ക് പോയി. അല്ല, അതൊരു ഹീറ്റഡ് ഡിബേറ്റായ വിഷയമാണ്. അപ്പം അത് എത്തിക്സ് കമ്മിറ്റി പരിശോധിച്ച് ഫ്ലോറിൽ വരുമ്പോൾ നമുക്ക് ഡിസൈഡ് ചെയ്യാം. അതിപ്പോൾ ഇവിടെ നമുക്കൊരു അതിനൊരു പത്രസമ്മേളനത്തിൽ ഉത്തരം പറയേണ്ട വിഷയമല്ല. അതൊരു ലീഗൽ ബാറ്റിൽ മാത്രമുള്ള പ്രസിഡന്റായി മാറുന്ന സംഭവമാണ്. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് മാത്രം എടുക്കേണ്ട തീരുമാനമാണ്. അല്ല, സ്പീക്കറോട് നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണോ? നിങ്ങളിങ്ങനെ അങ്ങോട്ട് ചോദിച്ചു, എന്നോട് ചോദിച്ചു, അല്ല ഇങ്ങനെ ഒരു മൂവി ചെയ്യുന്ന എന്താണ് അഭിപ്രായം? പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? അപ്പം ഞാൻ മുകേഷിൻ്റെ പേരാണോ അന്നേരം പറയേണ്ടത്? ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുമോ? നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു. നിങ്ങൾ ചോദിച്ച ചോദ്യം ആ സമയത്ത് വളരെ ബേണിംഗ് ഇഷ്യൂ ആയി. നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് ചോദിച്ചു, അപ്പോൾ ആ ഉത്തരം ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, അത് എത്തിക്സ് കമ്മിറ്റി ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ്. മുൻകാലത്ത് ഇത്തരം ഒരു പ്രസിഡന്റ് നമ്മുടെ മുന്നിൽ ഇല്ല. മുൻകാല MLA-മാരുടെ പേരിൽ ഇങ്ങനെ സീരീസ് ഓഫ് റേപ്പ് ഉണ്ടായിരുന്നു എനിക്കറിയില്ല. ഇതൊക്കെ ഇതെല്ലാം പറയുമ്പോൾ എല്ലാം എലിഗേഷനാണ്. അപ്പം അത് പരിശോധിക്കട്ടെ എത്തിക്സ് കമ്മിറ്റി. ഇല്ല ഇല്ല, വ്യക്തികളല്ല തരാൻ. ഇപ്പം നിയമസഭയിൽ ആർക്കെതിരെ ആർക്കും മെയിലിൽ പരാതി അയക്കാമല്ലോ. അത്തരം പരാതികൾ നിയമസഭയിൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അല്ല, അൾട്ടിമേറ്റായി തീരുമാനിക്കേണ്ട സ്പീക്കറാണല്ലോ. അപ്പം അത്തരമൊരു സാഹചര്യം വരുമ്പോൾ നമുക്ക് നോക്കാം. ആർക്കെതിരെ? ഉള്ള അധികാരങ്ങളെ പ്രയോഗിക്കാൻ പറ്റുമോ? എൻ്റെ കയ്യിലുള്ള അധികാരമില്ലാതെ അങ്ങനെ ഉപയോഗിക്കപ്പെട്ടാൽ ഇവിടെ സംവിധാനങ്ങളില്ലേ? അങ്ങനെ പെരുമാറാൻ പറ്റുമോ സ്പീക്കർക്ക്? കേസൊക്കെ എടുക്കാനും മറ്റൊക്കെ പറ്റുന്നതാണോ? എല്ലാവരും ഒരു ഇതിന് പരിമിതിക്കുള്ളിൽ എല്ലാവർക്കും അവരുടെ അധികാരങ്ങളുണ്ടല്ലോ. ലെജിസ്ലേച്ചറിന് അധികാരമുണ്ട്, എക്സിക്യൂട്ടീവിന് അധികാരമുണ്ട്, ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എൻക്രോച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു നീതിയും ന്യായവും നോക്കാതെ. അങ്ങനെ പറ്റുമോ? നീതി എന്നുള്ള വാക്ക് പ്രയോഗിച്ചാൽ കറക്റ്റ്. ന്യായവും നോക്കാതെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് അതിന് ഉത്തരവില്ല. അതിന് ഞാൻ പറഞ്ഞല്ലോ, അതത് MLA-മാരുടെ തീരുമാനിക്കേണ്ടത്.
ഇപ്പം നാളെ നിങ്ങളുടെ പത്രത്തിനകത്ത് നിന്ന് ആരെങ്കിലും എന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്താൽ അത് നിങ്ങളുടെ പത്ര ഉടമയുടെ കുഴപ്പമാണോ? അല്ലല്ലോ. അല്ല, അത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ വരുമ്പം അത് അവരവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സഭയുടെ അന്തസ്സിന് ഇങ്ങനെ കളവുണ്ടാവുന്നത് എങ്ങനെയാണ്? അതിലിപ്പോ നമ്മൾ ആദ്യം ടീച്ച് ചെയ്യേണ്ടത് റെസ്പെക്ട് വിമൻ. സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. സ്ത്രീകളെ ബഹുമാനിപ്പിക്കാൻ പഠിക്കുന്ന സമൂഹത്തിന് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നിർഭാഗ്യവശാൽ അത്തരത്തിൽ ചില തെറ്റായ ശീലങ്ങൾ ചില സാമാജികരുടെ ഭാഗത്തുണ്ടായി. അത് ഒരു കാരണവശാലും പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടതല്ല. അത് ആകെ സഭയുടെ സ്വഭാവമാണെന്ന് പറയരുത്. അത് കേരളത്തിൻ്റെ ആകെ കൾച്ചറാണെന്നും പറയരുത്. അത് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു കൊട്ടയിലെ ഒരു മാങ്ങ കെട്ടുപോയാൽ ആ കൊട്ടയിലെ മാങ്ങ മറ്റു മാങ്ങയൊക്കെ കെട്ടതാണോ? അല്ല. അല്ല ഞാൻ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതൊക്കെ. അത് അവരവർ ഇപ്പം മാധ്യമപ്രവർത്തകന്മാർ തന്നെ ഉണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ചിലർ ചില തെറ്റായ കാര്യം ചെയ്തിട്ടില്ലേ? അതിനർത്ഥം നിങ്ങളൊക്കെ മോശമാണെന്നല്ല. അപ്പം നമ്മളത് സാമാന്യവൽക്കരിച്ച് അത്തരം പരാമർശങ്ങൾ നടത്താൻ പാടില്ല. ഇവിടുത്തെ ലെജിസ്ലേച്ചർമാരെല്ലാം മോശമാണെന്നുള്ള അഭിപ്രായം സ്പീക്കർക്കും ഇല്ല, കേരളത്തിനും ഇല്ല. ചില ഒറ്റപ്പെട്ട ആളുകളുടെ പെരുമാറ്റം ഒരു സഭയെയും അതുപോലെ തന്നെ സാമാജികന്മാരെയും നിങ്ങളാകെ മോശക്കാരെ ചിത്രീകരിക്കാൻ ശ്രമിക്കാൻ പാടില്ല. അല്ല, ഞാൻ വേറെ അർത്ഥത്തിൽ ഉദ്ദേശിച്ചല്ല. നിങ്ങൾ അയാളുടെ ലുക്ക് അതത് അവരവരുടെ പൊളിറ്റിക്കൽ ലുക്ക് ദാറ്റ് ഹാസ് ടു ബി ഡിസൈഡ് ബൈ ദാറ്റ് പാർട്ടീസ് ദോസ് ഹു ആർ സെൻഡിങ് ദം. അത് അവരവരുടെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. അല്ലാതെ സ്പീക്കർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അതിൽ ചെയ്യേണ്ട കാര്യം രണ്ട് കാര്യങ്ങളാണ്. അതിലങ്ങനത്തെ ചെയ്യേണ്ടത് ഇത്തരത്തിൽ ആളുകളെ സമൂഹം ബോയ്ക്കോട്ട് ചെയ്യണം. ഇപ്പം നാളെ ഞാൻ തെറ്റ് ചെയ്താൽ എന്നെയും നിങ്ങൾ അതിൽ പെരുമാറണം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നിങ്ങൾ കാണേണ്ടത് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന പോസ്റ്റ് വലിയ പോസ്റ്റാണ്. ആ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ആളുകൾ കാണിക്കേണ്ട ചില ജെന്റിൽനെസ് ഉണ്ട്. അത് ജനം ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ആ രീതിയിൽ തന്നെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് ഓരോരുത്തർക്കും. പതിനാല് ബില്ലുകൾ പെൻഡിങ് ബിഫോർ ദ ഗവൺമെന്റ്. 4 ബില്ലുകൾ അസംബ്ലിയിൽ പാസ്സാക്കാനുണ്ട്, ഗവർണറിൽ. അല്ല, അതല്ലേ അത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അത് പാസ്സാക്കേണ്ടതാണ്, ഗവർണർ ഒപ്പുവെക്കേണ്ടതാണ്. നമുക്ക് നോക്കാം എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത്. എങ്ങനെ? ഏത് ബില്ല് പെൻഡിങ്ങിലായിട്ടുണ്ട്? നിങ്ങൾക്ക് പറയും, എനിക്ക് പറയും എന്തുകൊണ്ടാണ് പെൻഡിങ് ആയതെന്നുള്ളത്. അത് പെൻഡിങ് ആക്കാൻ നിങ്ങൾക്ക് ചോദിക്കാമല്ലോ അദ്ദേഹത്തോട്, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചെയ്യാതിരിക്കുന്നത്? സ്പീക്കറെ കാണുന്ന പോലെ തന്നെ നിങ്ങൾ അദ്ദേഹത്തെ കാണുന്നുണ്ടല്ലോ. അദ്ദേഹത്തോട് ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യാത്തത്. കാരണം കേരളത്തിലെ 3.5 കോടി മലയാളിയുടെ ബിൽ അത് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കണം. യു ഷുഡ് ആസ്ക്. ഞാൻ പറഞ്ഞല്ലോ, അത് ഓരോ വ്യക്തിയും തീരുമാനിക്കേണ്ട കാര്യമാണ്. അതത് പേഴ്സണൽ വ്യക്തി ഓരോ പേഴ്സണും തീരുമാനിക്കേണ്ട കാര്യമാണ് അങ്ങനെ തുടരേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പൊ സഭയ്ക്ക് ഇപ്പോൾ ഒരു എന്താ പറയാ, ഈ സ്പെക്കുലേഷൻ വെച്ച് സഭയ്ക്ക് പോകാൻ പറ്റില്ല. പ്രഖ്യാപിക്കുമെന്ന് സ്പെക്കുലേഷനാണ്. അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് അന്നേരം തീരുമാനിക്കാമല്ലോ. കൂട്ടായി 2 മുന്നണിയും വിളിച്ച് കക്ഷി നേതാക്കളെയും വിളിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കാമല്ലോ. അത് അത്തരം ഒരു സാഹചര്യം ഉയർന്നു വരുമ്പോൾ ഗവൺമെന്റ് തീരുമാനിക്കാം. അതന്നേരം ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് ആലോചിച്ച് തീരുമാനിക്കും. ഗവൺമെന്റ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇലക്ഷൻ വന്നാൽ നിങ്ങൾക്കെല്ലാം അറിയാം സഭാ സമ്മേളനം ചേരാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അത് സാഹചര്യം വരുമ്പോൾ അന്നേരം നോക്കാം. എങ്ങനെ?
അതിപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ് ഉത്തരം പറയാൻ. പതിനാല് ബില്ല് ഗവർണറുടെ അടുത്തുണ്ട്, 4 ബില്ല് പാസ്സാക്കാനുണ്ട്. അതും ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല, എല്ലാം രാഷ്ട്രീയമാണ്. മാൻ ഈസ് എ പൊളിറ്റിക്കൽ ആനിമൽ. ഈ പറയുന്ന ഒരു രാഷ്ട്രീയമാണ്. നിങ്ങളെല്ലാം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പോയിന്റിൽ നിന്ന് കാണുന്നതുകൊണ്ടാണ്. അതിപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത് പറയാൻ ചുമതലപ്പെടുത്തിയത്, അത് ചെയ്യാന്നല്ലാതെ. യെസ്, അത് ഗവൺമെൻറ് ആണല്ലോ തീരുമാനിക്കുന്നത്. ലുക്ക്, എന്താണ് സ്പീക്കറുടെ ഡ്യൂട്ടി? സ്പീക്കറുടെ ഡ്യൂട്ടി ഗവൺമെൻറ് ബിസിനസ് നടത്തി കൊടുക്കലാണ്. യെസ്, എങ്ങനെ എങ്ങനെ വളരെ പീസ്ഫുൾ കോൺഫറൻസ് ആയിരിക്കും. നല്ല രീതിയിൽ പ്രതിപക്ഷവും ഗവൺമെൻറ്റും സ്പീക്കറുമായി സഹകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 16th സെഷനും ആ നിലയിൽ തന്നെ പ്രതിപക്ഷവും ഗവൺമെൻറ്റും സ്പീക്കറുമായി സഹകരിച്ചുകൊണ്ട് നടത്തും എന്നാണ് എൻ്റെ വിശ്വാസം. വളരെ നല്ല രീതിയിൽ റെസ്പോൺസാണ് രണ്ടുപേരും. നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കോപ്പറേഷൻ ഇനിയും തുടരും.